പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച സൈനിക നടപടികൾ ആഗോള രാഷ്ട്രീയ ക്രമത്തെ മാറ്റിമറിക്കുമ്പോൾ ഏറ്റവും അധികം തളരുന്നത് ആരെന്നറിയുമോ? അത് അമേരിക്കയോ ഇറാനോ അല്ല, മറിച്ച് കിലോമീറ്ററുകൾ അകലെയുള്ള യൂറോപ്പാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ വിള്ളലുകളിലൂടെയാണ് യൂറോപ്പ് ഇപ്പോൾ കടന്നു പോകുന്നത്. എന്താണ് യൂറോപ്പിനെ ഭയപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ഭിന്നത രൂക്ഷമാകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇറാൻ വെറുതെ ഭീഷണി മുഴക്കുകയല്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരായ നീക്കങ്ങളിൽ അമേരിക്കയും ഇസ്രയേലിനെയും സഹായിച്ചാൽ യൂറോപ്പിലെ ഓരോ നഗരവും തങ്ങളുടെ സൈനിക ലക്ഷ്യമായിരിക്കുമെന്ന് ടെഹ്റാൻ വ്യക്തമാക്കി കഴിഞ്ഞു. സൈനിക സഹായം മാത്രമല്ല, ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകിയാലും നിങ്ങളെ യുദ്ധത്തിന്റെ ഭാഗമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പുറമെ ഐക്യം നടിക്കുമ്പോഴും നാറ്റോയ്ക്കുള്ളിൽ കാര്യങ്ങൾ പന്തിയല്ല. അമേരിക്കയെ കണ്ണടച്ച് പിന്തുണയ്ക്കാൻ നോർവേ തയ്യാറല്ല. ട്രംപിന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ തുറന്നടിച്ചു. ഒരു നാറ്റോ സഖ്യകക്ഷിയിൽ നിന്ന് വാഷിംഗ്ടൺ പ്രതീക്ഷിക്കാത്ത കടുത്ത ഭാഷയിലുള്ള വിയോജിപ്പായിരുന്നു ഇത്. സ്പെയിനിന്റെ കഥ നോക്കൂ. തങ്ങളുടെ താവളങ്ങൾ യുദ്ധത്തിന് വിട്ടു നൽകില്ലെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഉടൻ വന്നു ട്രംപിന്റെ ഭീഷണി. സഹകരിച്ചില്ലെങ്കിൽ വ്യാപാര കരാറുകൾ റദ്ദാക്കും, ഉപരോധം ഏർപ്പെടുത്തും. സ്വന്തം സഖ്യകക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെയാണ് യൂറോപ്പ് ഇപ്പോൾ നേരിടുന്നത്. എന്നാൽ എല്ലാവരും സ്പെയിനിനെ പോലെയല്ല. ജർമ്മനി ഉറച്ച പിന്തുണയുമായി അമേരിക്കയ്ക്കൊപ്പമുണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ ഇസ്രയേലിനെ കൈവിടാൻ അവർക്ക് കഴിയില്ല. ഇറാനെ ഭീകരതയുടെ കേന്ദ്രമെന്നാണ് ജർമ്മനി വിളിക്കുന്നത്. അതേസമയം ഫ്രാൻസും ബ്രിട്ടനും അങ്കലാപ്പിലാണ്. അമേരിക്കയുമായുള്ള ബന്ധം വേണോ അതോ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ മതിയോ എന്നാണ്. അവർ ഇപ്പോഴും അവ്യക്തമായ നിലപാടിൽ ചാഞ്ചാടുകയാണ്. ഈ യുദ്ധം യൂറോപ്പിന്റെ നട്ടെല്ലൊടിക്കുന്നത് സൈനികമായല്ല, മറിച്ച് സാമ്പത്തികമായാണ്. യുക്രൈൻ യുദ്ധത്തോടെ റഷ്യൻ ഗ്യാസ് ഉപേക്ഷിച്ച യൂറോപ്പ് പിന്നീട് ആശ്രയിച്ചത് അറബ് രാജ്യങ്ങളെയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞു. ഇതോടെ യൂറോപ്പിലെ ഇന്ധനവില കുതിച്ചുയരും. റഷ്യയെ പിണക്കി ഇപ്പോൾ ഇറാന്റെ വെടിയുണ്ടകൾക്കിടയിൽ എണ്ണ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. യൂറോപ്പ് ശരിക്കും ഇരട്ട പ്രഹരമേറ്റ അവസ്ഥയിലാണ്. തങ്ങളുടെ സ്വയംഭരണം വെറും വാക്കുകളിൽ മാത്രമാണെന്ന് യൂറോപ്പ് തിരിച്ചറിയുന്നു. 2015 ആണവ കരാർ സംരക്ഷിക്കുന്നതിൽ യൂറോപ്പ് കാണിച്ച പരാജയം അവരുടെ നയതന്ത്ര ബലഹീനതയുടെ തെളിവാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് ഒരു തുല്യ പങ്കാളിയല്ല, മറിച്ച് ഒരു ആശ്രിതൻ മാത്രമാണ്. തുർക്കിയിൽ മിസൈൽ വീണപ്പോൾ നാറ്റോ കൈമലർത്തി. സംഘർഷം പടരുകയാണ്. എസ്റ്റോണിയയെ പോലുള്ള ചെറിയ രാജ്യങ്ങൾ അമേരിക്കയെ പ്രീണിപ്പിക്കാൻ ഓടുമ്പോൾ വലിയ രാജ്യങ്ങൾ വിനാശത്തെ ഭയപ്പെടുന്നു. ഒരിക്കൽ തുറന്നുവിട്ടാൽ നിയന്ത്രിക്കാനാവാത്ത പ്രശ്നങ്ങളുടെ ആ പെട്ടി ഇപ്പോൾ തുറക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ യൂറോപ്പ് എങ്ങനെ അവശേഷിക്കും? അത് ലോകം ഉറ്റുനോക്കുകയാണ്.